ജോർജിയയിലുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിനാണ് ഈ വീഡിയോ. ജോർജിയയിൽ ഇനി വരാൻ പോകുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിന് എന്താണെന്നല്ലേ, നിങ്ങൾ ജോർജിയയിൽ പല ഏജൻസീസ് ത്രൂ പല യൂണിവേഴ്സിറ്റീസ് വരുന്നതായിരിക്കും. നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും പല ഡൗട്ടുകളും നേരിടുന്നുണ്ടാവും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം തരാൻ ഒരു ചാനൽസിനും പറ്റണമെന്നില്ല. ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ എടുക്കുക, ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി മാത്രം എടുത്തു നോക്കിയാൽ മതി. അവിടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റുഡൻസും ഒരു ഗ്രൂപ്പ് ഒരു പെർട്ടിക്കുലർ ഏജൻസിയുടെ കുറച്ച് സ്റ്റുഡൻസും. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാളെ ഒരു ക്രൈസിസ് ഈ രാജ്യത്ത് വരുവാണ്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ നഴ്സിംഗ് സ്റ്റുഡൻസിനൊരു ഇഷ്യൂ വരുവാണെങ്കിൽ പോലും ഇതിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്ന് പൈസ കൊടുത്ത് നിർത്തിയേക്കുന്ന കുറച്ച് ആൾക്കാർ, ഒന്ന് സാധാരണപ്പെട്ട ആൾക്കാർ. ഞാൻ ഈ പറയാൻ പോകുന്നത് ആ സാധാരണ സ്റ്റുഡൻസിന് വേണ്ടിയാണ്, സാധാരണക്കാരുടെ ശബ്ദങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ജോർജിയയിൽ എല്ലാ യൂണിവേഴ്സിറ്റീസ്, ഈ UG, ഗ്രൂണി, SCU, ഈസ്റ്റ് യൂറോപ്യൻ, CAU, ഏത് യൂണിവേഴ്സിറ്റിയിലായാലും ഇൻ്റർനാഷണൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരു യൂണിഫൈഡ് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഫോർ ദി സ്റ്റുഡൻസ്, ബൈ ദി സ്റ്റുഡൻസ്, ടു ദി സ്റ്റുഡൻസ് എന്നുള്ളൊരു മോട്ടോയിൽ. എന്തെന്ന് വെച്ചാൽ നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏജൻറ്റ്സ്, നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഏജൻറ്റുമാർ അന്നേരം എക്സിസ്റ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല, ഉണ്ടാവണമെന്നില്ല. കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ഞാൻ ഈ രാജ്യത്ത് നിന്ന് കണ്ട കുറച്ച് കാര്യങ്ങളുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഇമിഗ്രേഷൻ, TRC, ബോർഡർ ഇഷ്യൂസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്, ഡിസ്ക്രിമിനേഷൻ ഓർ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എവിടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഈ സംഘടന വ്യക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നതായിരിക്കും. എനിക്ക് പറ്റിയ സിറ്റുവേഷൻ പുറത്താർക്കും പറ്റരുത്. ഇനി എനിക്ക് മാത്രമല്ല, ഇവിടെ പല കാര്യങ്ങളും TRCക്ക് 900, 1000 USD വാങ്ങുന്ന ഏജൻറ്റുമാരുണ്ട്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ഈ എക്സ്പീരിയൻസുകളിലൂടെ ഞാൻ പറയുന്നത്, ഒരു യൂണിറ്റ് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാവണം. നാളെ ആ യൂണിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു ക്രൈസിസ് വരുമ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാനാണ് ഈ ഒരു സംഘടനയുടെ ഒരു കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു അസോസിയേഷൻ ഫോം ചെയ്യാൻ പോകുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം അത് ഗുണപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മെമ്പർഷിപ്പിന് വേണ്ടി താഴെ എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ബയോയിൽ ലിങ്ക് ഇട്ടേക്കാം, അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അത്ര തന്നെ. നന്ദി, നമസ്കാരം.